ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അടുത്ത ഓർഗാനിക് പ്രൊമോഷനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ പ്രൊഫൈലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു മെനുവിനെ പറ്റിയിട്ടാണ്. നമുക്ക് കണ്ടറിയാം മെറ്റേ, ഫ്രണ്ട്സ്, മെമ്മറീസ്, ഗ്രൂപ്പ്സ്, റീൽസ്, മാർക്കറ്റ് പ്ലേസ്. സോ ഞാൻ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇന്ന് സെലക്ട് ചെയ്യാൻ പോകുന്നത്. സോ മാർക്കറ്റ് പ്ലേസ് യൂസ് ചെയ്താൽ നമുക്ക് എങ്ങനെ നമ്മുടെ ബിസിനസ്സിനെ ലിസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലോട്ടുള്ള കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മാർക്കറ്റ് പ്ലേസ് എടുത്തു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു പേജ് ആയിരിക്കും ഉണ്ടാവുക. ഇന്നത്തെ പിക്സ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ടാവും. ഓരോരോ പ്രൊഡക്റ്റും അതിൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടാവും. നമ്മുടെ പ്രൊഡക്റ്റ് ബേസ്ഡ് ആണെങ്കിലും സർവീസ് ബേസ്ഡ് ആണെങ്കിലും നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഞാൻ ഡിസ്പേജിൻ്റെ അക്കൗണ്ടിന് പറയാൻ ഞാൻ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ റീസെൻ്റ്ലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ട് ആണെങ്കിൽ അവിടെ മാർക്കറ്റ് പ്ലേസ് സപ്പോർട്ട് ആവില്ല. മാർക്കറ്റ് പ്ലേസ് സപ്പോർട്ട് ആവണമെങ്കിൽ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസും റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഉണ്ട്. കുറഞ്ഞ ഇത്ര ഫ്രണ്ട്സ് ഉണ്ടാവണം, അതേപോലെ തന്നെ ഇത്ര പ്രൈവറ്റ് എൻഗേജ്മെന്റ്സ് ഉണ്ടായിരിക്കണം, പ്രൊഫൈൽ വിസിറ്റേഴ്സ് ഉണ്ടായിരിക്കണം, അങ്ങനെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അപ്പം അത് മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് നോക്കുക വെച്ചാൽ അവരുടെ പ്രൈവസി ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ പോയി കഴിഞ്ഞ് നിങ്ങൾ വായിക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ബിസ്പേജിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കുമ്പോൾ എന്തുണ്ടാവണം എന്നുള്ളത്. നമ്മുടെ ബിസ്പേജിൻ്റെ ഒഫീഷ്യൽ പ്രൊഫൈൽ എടുത്തു. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാനുണ്ടല്ലോ. ഈ മാർക്കറ്റ് പ്ലേസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കാണിക്കുക. നോർമലായിട്ട് റീസെൻ്റ് ആയിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പ്ലേസസിൻ്റെ അവൈലബിൾ ഫോർ യു. ദിസ് മൈ ബി ബിക്കോസ് ഓഫ് മാർക്കറ്റ് പ്ലേസസിൻ്റെ അവൈലബിൾ ഇൻ യുവർ കൺട്രി. നമ്മുടെ കൺട്രിയിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ടല്ല, അത് വേൾഡ് എല്ലായിടത്തും അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് എലിജിബിൾ അല്ലാത്തത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക. 20 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള ആളായിരിക്കണം. പിന്നെ കൊമേഴ്ഷ്യൽ പോളിസീസ് എന്നിട്ട് കുറച്ച് കേസുകളൊക്കെ ഉണ്ട്. എങ്ങനെയാ വെച്ചാൽ കുറഞ്ഞ പക്ഷം നമുക്ക് ഇത്ര ഫ്രണ്ട് റിക്വസ്റ്റും ഇത്ര ഫ്രണ്ട്സും അതേപോലെ ഇത്ര എൻഗേജ്മെന്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഇവർ പറയണേ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫേസ്ബുക്കിൻ്റെ വായിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് യൂസ് ചെയ്യുന്നത് ഇവിടെ അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നമ്മുടെ പഴയ മാർക്കറ്റ് പ്ലേസിൻ്റെ അക്കൗണ്ടിലോട്ട് തന്നെ വന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ ലിസ്റ്റ് ചെയ്യാം. നമ്മുടെ ഇപ്പോൾ ക്യുക്കറൊക്കെ ഉള്ള പോലെയോ അതേപോലെ നോയലെക്സ് ഉള്ള പോലെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിനെ ലിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ക്രിയേറ്റ് എ ന്യൂ ലിസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടോ. ഇവിടെ കാറ്റഗറൈസ്ഡ് ആയിട്ട് നമുക്ക് സെർച്ച് ചെയ്യേണ്ട ഓപ്ഷൻസ് ആണ് ലെഫ്റ്റിൽ കാണുന്നത് കേട്ടോ. അപ്പം ആദ്യം നമ്മൾ ക്രിയേറ്റ് എ ന്യൂ ലിസ്റ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് യുവർ ലിസ്റ്റിംഗ് എന്ന് കണ്ടോ. നമ്മൾ ഐറ്റം ഫോർ സെയിലാണോ, വെഹിക്കിൾ ഫോർ സെയിലാണോ, പ്രോപ്പർട്ടി ഫോർ സെയിലാണോ, ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഐറ്റം ഫോർ സെയിലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾ ഐറ്റം ഫോർ സെയിൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇത് ലോഡായി വരുമ്പോൾ ആഡ് ഫോട്ടോസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. നമ്മളിവിടെ ആഡ് ഫോട്ടോസിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷൻ നമ്മുടേതായിട്ടുള്ള ഒരു ഫോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ സെയിൽ ചെയ്യുക. സെയിൽ ചെയ്തതിന് ശേഷം ഇവിടെ നമ്മളടുത്ത ഓപ്ഷൻ കൊടുക്കുക. ഇത് ഇങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് കൊടുക്കരുത്, എപ്പോഴും നമ്മളൊരു കൺസെപ്റ്റിൽ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. സോ ഞാൻ ഒന്നാമതൊരു കൺസെപ്റ്റ് സെലക്ട് ചെയ്യാം. കൺസെപ്റ്റ് ഇപ്പോൾ നമ്മുടെ ലെറ്റ്മിസി നമ്മുടെ പഴയത് എപ്പോഴും ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കാം. അപ്പോൾ അതെടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, ഞാനിങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തു. നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസ് ഓപ്പൺ ആണെന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കൊടുത്തു. ഇനി ഇതിൻ്റെ ടൈറ്റിലായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. പ്രൈസ് എത്രയാണ് വരുന്നത്? 33,500 ആണ്. സോറി, 30,000 ആണ് നമ്മളിതിനെ പൈസ ഈടാക്കുന്നത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇതെന്ത് കാറ്റഗറിയാണ് എന്നുള്ളതാണ് ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. നമുക്ക് എൻ്റർടൈൻമെൻറ്റ്, ക്ലോത്തിങ്, അക്സസറീസ്, ഫാമിലി എന്നൊക്കെ വന്ന് കിടക്കുന്നുണ്ടാവും. ഇതിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇതിനൊക്കെ ഉണ്ടായിരിക്കാം. അത് വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഇത് പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഇതിനെ കാണാൻ പറ്റാത്തത്. ബുക്സ്, ഫിലിംസ് ആൻഡ് മ്യൂസിക് ആയിട്ട് കൊടുത്തു. ഞാൻ കണ്ടീഷൻ ഉണ്ട്, അൺയൂസ്ഡ് ആണ്, ന്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൊടുത്തു. ശരിക്കും ഇതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വസ്തു അല്ല. ആക്ച്വലി നമ്മൾ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ടാവുന്നത്. ഇപ്പം ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് 3-month കോഴ്സ് ഫോർ എൻട്രപ്രണേഴ്സ്, എംപ്ലോയീസ് ആൻഡ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഡിസ്ക്രിപ്ഷനായിട്ട് ടാക്സ് കൊടുക്കണമെങ്കിൽ നമുക്കിവിടെ ടാക്സ് കൊടുക്കാം. ഞങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടാഗ് കൊടുത്തു. ആക്ച്വലി ഇത് പ്രൊഡക്റ്റിനാണ്, ഞാൻ പിന്നെയും പറയുകയാണ്, പ്രൊഡക്റ്റിനാണ് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്, അല്ലാണ്ട് വേറെ എവിടെയും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. SEO. അപ്പം റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. ഏതാണ് ലൊക്കേഷൻ? അപ്പം ഞാൻ തൃശ്ശൂർ ലൊക്കേഷൻ കൊടുത്തു. തൃശ്ശൂർ ലൊക്കേഷനിലാണ് നമ്മുടെ ഇതിലെ
കൊടുത്തു. പബ്ലിക് മീറ്റപ്പ് ഉണ്ടോ, അതേപോലെ ഡോർ പിക്കപ്പ് അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടോ എന്നുള്ളതാണ് കൊടുക്കണേ. പബ്ലിക് മീറ്റപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആയതുകൊണ്ട് അത് കൊടുത്തു. ബൂസ്റ്റ് ലിസ്റ്റിംഗ് ആഫ്റ്റർ ബീങ് പബ്ലിഷ്ഡ്, പോസ്റ്റ് ചെയ്യണോ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കണേ. ഹൈഡ് ഫ്രം ഫ്രണ്ട്സ്, അങ്ങനെ 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇത് എവിടെയൊക്കെ ലിസ്റ്റ് ചെയ്യണം, അതായത് നമ്മുടെ ജോബ്സ് ഉണ്ട് അതിൽ ലിസ്റ്റ് ചെയ്യണോ, എഡ്യൂക്കേഷൻ ഗ്രൂപ്പിൽ ലിസ്റ്റ് ചെയ്യണം, മാത്തമാറ്റിക്സ്. ഇപ്പം ഞാൻ അതായത് എനിക്ക് മെമ്പർഷിപ്പ് ഉള്ള ഗ്രൂപ്പുകളിൽ മാത്രമാണ് എനിക്കിത് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലായിടത്തും നമുക്ക് ടിക്ക് കൊടുത്ത് പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവുക, ഈ സംഭവം ലിസ്റ്റായി കാണാൻ പറ്റും. ഇത് വൺ ഓഫ് ദ ഫ്രീ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടതാണ്. ഇതിപ്പോൾ ഞാൻ പേഴ്സണൽ അക്കൗണ്ട് ആയതുകൊണ്ട് പബ്ലിഷ് കൊടുക്കുന്നില്ല. പക്ഷെ പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ പോകും. ഞാൻ വേണമെങ്കിൽ പബ്ലിഷ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കാണിച്ചു തരാം. സോ ഞാൻ പബ്ലിഷ് കൊടുക്കുക ഇപ്പോൾ തൽക്കാലം. സംതിങ് വെന്റ് റോങ്, ലിസ്റ്റിംഗ് ഓൺ യുവർ ഐറ്റം, പ്ലീസ് ട്രൈ അഗെയിൻ ലേറ്റർ. ഇത് വരുന്നതിന് കാരണം ഇപ്പോൾ നമ്മുടെ എൻ്റെ നെറ്റ് കുറച്ച് ഡൗൺ ആയതുകൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നത്. സോ ഞാൻ പറഞ്ഞതുപോലെ പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ആക്ടിവിറ്റി പബ്ലിഷ് ആവും. പബ്ലിഷ് ആയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ ഒരു സ്റ്റോർ എന്ന പോലെ നമുക്ക് യൂസ് ചെയ്ത് എല്ലായിടത്തേക്കും എത്തിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓർഗാനിക് മെത്തേഡാണ്, ചെയ്യാനുള്ള ഓർഗാനിക് മെത്തേഡാണ് ഇപ്പം ഈ പറഞ്ഞത്. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത് പേജിലല്ല ചെയ്യുക, പ്രൊഫൈലിലാണ് ചെയ്യുക. അതും നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ ഗൈസ്, താങ്ക് യു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു ടോപ്പിക് കൊണ്ടുവരാം. ബൈ.